KSRTC ആണ്. ടൂറ് പോയത് ആണോ? എപ്പോഴായിരുന്നു? ഇന്ന് രാവിലെ വെളുപ്പിന് 6:30. KSRTC ബസ് താഴോട്ട് പോയി 2 പേര് മരിച്ചെന്ന് പറഞ്ഞു കേട്ടോ. ആ താഴെ ഒരു റോഡുണ്ടല്ലോ, മഴങ്ങാട് അല്ലേ? എത്ര പേരാ മരിച്ചു? 4 പേര് പോയി. ഇപ്പൊ നല്ല തണുപ്പുമല്ലേ രാവിലെ? ബ്രേക്ക് പൊട്ടി KSRTC വിനോദയാത്ര ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. 4 മരണം. കുട്ടിക്കാനം പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 യാത്രക്കാർ മരിച്ചു. നിരവധി പേർക്ക് പരുക്കേറ്റു. മാവേലിക്കര സ്വദേശികളായ രമ മോഹൻ 51, അരുൺ ഹരി 40, സംഗീത് 45, ബിന്ദു 59 എന്നിവരാണ് മരിച്ചത്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് തിരികെ വരുമ്പോഴാണ് അപകടം. പരുക്കേറ്റവരെ പീരുമേട്ടിലെയും മുണ്ടക്കയത്തെയും ആശുപത്രിയിലേക്ക് മാറ്റി. 34 യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ബസ് മരത്തിൽ തട്ടി നിൽക്കുകയാണ്. ബസിന്റെ ബ്രേക്ക് പോയതാകാം അപകട കാരണമെന്നാണ് ഡ്രൈവർ പറയുന്നത്. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഞായറാഴ്ച വെളുപ്പിനെയാണ് ബസ് തഞ്ചാവൂരിലേക്ക് പോയത്. ഇന്ന് രാവിലെ 5-ന് ബസ് മാവേലിക്കര ഡിപ്പോയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ കൊടും വളവുകൾ നിറഞ്ഞ പ്രദേശത്താണ്. സ്ഥിരം അപകട മേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെട്ടിരുന്നു. ഹൈവേ പോലീസ് സംഘവും മോട്ടോർ വാഹന വകുപ്പ് സംഘവും സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തി. അതെല്ലാം കഴിഞ്ഞു. ഒരുപാട് മുകളിൽ രണ്ടാമത്തെ അളവൊന്നും അല്ല. ആവുമ്പോഴാ ആരും ഇറങ്ങിപ്പോയതല്ലേ, വണ്ടി പോകുന്ന അന്നേരം പോകും. നോക്കി കിടക്കുമല്ലോ കൂടെ ഞാനുണ്ട്. അപ്പോൾ ഇത്രയും ഭയങ്കര ബ്ലോക്കല്ലേ? രാവിലെ വെട്ടിക്കാനല്ല, ഞങ്ങളത് ഇമാതിരി വണ്ടി പൊക്കിയിട്ട് അടിയുടെ സാധനമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയ സാധനം ഒന്നും ബ്ലോക്ക്. വേറെ 2 പേര് 8:30 ചെല്ലുമെന്ന് ചോദിച്ചത്. ഞാൻ ചെന്നു പറഞ്ഞു, ചേട്ടാ അന്ന് അതിന് കുത്തിക്കെത്തിക്കൊണ്ട് പോകാൻ ഏത് കൂട്ടിക്കൊണ്ട് പോയതാണ്. അവിടെ മൊത്തം പോകാൻ കേട്ടില്ല. നമ്മുടെ കേട്ടില്ല. ഇവിടെ വണ്ടി പോകാനായിട്ട് കാണുന്നില്ല. നല്ല കേട്ട് അതിന് കൂട്ടിയിട്ട് ശബരിമല സീസൺ അയ്യപ്പന്മാരുടെ വണ്ടി ആൾക്കാരെല്ലാം മടുത്തിട്ട് വെളിയിൽ ഇറങ്ങി കേട്ടോ. ആൾക്കാരെ വിടുന്നില്ലെന്ന് തോന്നുന്നു അങ്ങോട്ട്. അതല്ല, ഇത് 5 ദിവസം പാക്കേജ് 5 ദിവസം പാക്കേജായിട്ട് കേരളത്തിലേക്ക് വണ്ടി കാണിച്ചിട്ട് കിടക്കുന്നത് ഒന്നും ചെയ്യത്തില്ല. വണ്ടി വയ്യ എടുത്ത് വണ്ടി ചവിട്ടിയിട്ട് പോലും ഒന്നും ഉറങ്ങിപ്പോയി.
വണ്ടി ചവിട്ടിയ പാട് പോലും. ആദ്യം ഉള്ള കാര്യം സത്യം പറഞ്ഞു. ഞാൻ ഈ വഴിക്ക് അത് സത്യം. സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡ്രൈവർ ഇവിടുന്ന് സ്ഥിരം ഓടിക്കൊണ്ടിരുന്ന കുറച്ച് ദിവസം പോയിട്ടാകുമ്പോൾ പോയത് ഇവിടെ നിന്നിട്ട് വിട്ട് പോയപ്പോൾ കാരൻ ഓട്ടേക്ക് ഒരു കാറുകാരൻ ചവിട്ടിയിട്ട് നിൽക്കുമ്പോൾ നേരെ വടത്തോട്ട് പിടിക്കുക ഇവിടെ വന്നുകൊണ്ട് ആ വണ്ടി പിടിച്ചില്ലേ കിട്ടാലോട്ട് ഫ്രണ്ടിലുള്ള ആളെ ഞാൻ വണ്ടി ബ്രേക്ക് ഉണ്ടോ ഇല്ല വണ്ടി ചവിട്ടി നോക്കണം ബ്രേക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞു ബ്രേക്ക് പോയി ഞാൻ ആരുടെ കണ്ടില്ല. പക്ഷേ ഈ വണ്ടി വലിച്ച് ഒറ്റരെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് കണ്ടക്ടർക്ക് ഒരു ഫംഗ്ഷൻ നിന്ന് കണ്ടക്ടർ ഒന്ന് ചോദിച്ചു എന്നിട്ട് എന്നാ ഇവിടെ ബ്രേക്ക് വന്നു ഇത് പെട്ടിപ്പോൾ അന്ന് പെട്ടു ബൈക്കൊക്കെ വേണമെങ്കിൽ പാഞ്ചാലിവാടി വഴി പോകാം കേട്ടോ. ഇതിൽ ഇപ്പോഴൊന്നും ആകത്തില്ല. എന്നാ വെച്ചതാ? അവിടെ ഒരു വണ്ടി മറിഞ്ഞിട്ട് അതിൻ്റെ എടുത്തോണ്ടിരിക്കുക. ബസ് രാവിലെ ഒരു കണക്കിന് നന്നായി. ഇതിപ്പോൾ ആൾ കൂടിയിട്ടുള്ള ഒരു പരിപാടി നടക്കത്തില്ല. നാളെ ഇടാത്ത രാവിലെ ഇവിടെ എന്നെ ഇറങ്ങാം എല്ലാവരും അവിടെ നോക്കും. പിന്നെ ഞങ്ങൾ ഇപ്പോൾ തിരക്കത്തില്ല. പൊക്കി വെച്ചേക്ക് ചെറിയ പൊക്കി പിടിച്ചിട്ട് തപ്പുമായിരുന്നു. അത് അപ്പോഴും ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞങ്ങൾ ട്രെയിനിൽ മുന്നിൽ കയറി ഞങ്ങൾ പോകുന്നത്. അന്നേരം ഒന്നും ഈ പറയുന്ന ആളൊന്നുമില്ല. കയറാനൊക്കെ ബസ്സിനകത്ത് ഇരിപ്പുണ്ട്. അവനൊക്കെ എന്നാ ചെയ്യും? ഇല്ല ട്രെയിനിൽ ആരും ഇല്ലെന്ന് പറഞ്ഞു. എട്ടരയ്ക്ക് അവിടെ ട്രെയിനും പോകണമല്ലോ. സിനിമ തിയേറ്ററിൽ പോകണം. ഇറങ്ങണ്ടാന്ന് സുരേഷ് ഗോപി വിളിച്ച് ട്രെയിനിൽ നിന്ന് ഡിലേ ആക്കാൻ പറ്റുമോ? പറയാതെ ഞാൻ പറഞ്ഞു 5 മിനിറ്റ് ലേറ്റ് ഞാൻ കോട്ടയം ചെല്ലാനുള്ള സമയത്ത് ഇവിടുന്ന് പോകും. ഇതിപ്പോ എടുക്കാൻ നിർബന്ധമുണ്ടോ? ഒരാഴ്ച അത് മതിയായിരുന്നു. രാവിലെ പൊക്കി നോക്കിയല്ലോ. വണ്ടിയിൽ പൊക്കി നോക്കിയല്ലോ. ഇവിടെ ടോനിക്കൊക്കെ ചെയ്തല്ലോ. പൊക്കി നോക്കിയോ? അത് സാധനങ്ങളൊക്കെ പോയ മൊബൈലിൽ സാധനങ്ങളെല്ലാം കിട്ടിയോ സാറേ? സാറേ അത് രാവിലെ തപ്പിയിട്ട് സാധനങ്ങളെല്ലാം കിട്ടിയോ? സാധനങ്ങളെല്ലാം കിട്ടിയായിരുന്നു. എത്ര സമയമാകും சொல்ல முடியாது. അവർ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ തരുന്നത്. സ്പോട്ട് ഇത് പോട്ട് കൊഞ്ചം എത്ര കിലോമീറ്റർ എങ്കിൽ അത് സ്പോട്ട് ഒരു 1 കിലോമീറ്റർ കമ്മി அவ்வளோதான். எங்கேயே ஸ்டாப் பண்ணிட்டேன். அது ஆளுங்க அங்கே போகணும். ஒர்க் நடக்குது. அதுதான். என்ன வண்டி? கார் திரும்பி போக முடியும். இங்கே பாஞ்சாலிமேடு வழி வருது. கொஞ்சம் தூக்கம் இறக்கமாக இருக்குது. பரவாயில்ல, கார்லாம் போயிட்டு இருக்கு. போன வழி அதான் கரெக்டாக போயிடும். கிலோமீட்டர் ஜாஸ்தி கம்மியாக இருக்குது. இல்லை இவர் சொல்கிறது இந்த இங்கே பக்கத்தில் താഴെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് തടഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ കയറിയല്ല. വിഷയം
പോകുന്നത് നടന്നു പോകുന്നത് കുറേ സമയം എടുത്ത് ഇപ്പുറത്ത് ഞങ്ങൾ തടച്ചിട്ട് ഞങ്ങളുടെ എല്ലാം ശരി ഞാൻ വിളിക്കാം. ആംബുലൻസ് ഉള്ളപ്പാ ആംബുലൻസും വിട്ടില്ലല്ലേ? അത് ബ്ലോക്കായി കിടക്കായിരുന്നു. അങ്ങോട്ട് ആരെയും വിടുന്നില്ല. ഇല്ല, ആംബുലൻസ് പോയിട്ട് പോകാൻ പറ്റാതെ തിരിച്ചു പോയതാ. ഇപ്പം ആളെ നടത്തിയും വിടുന്നില്ല. അവിടെ പോയി ആള് കൂടുകയല്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നു. അത് തഞ്ചാവൂർ പോയിട്ട് നേരെ മാവേലിക്കരയ്ക്ക് അങ്ങോട്ട് പോകുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ബ്രേക്ക് ഇതായപ്പോൾ തന്നെ പുള്ളിക്കാരൻ 40 വർഷമായിട്ട് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്തിട്ട് 40 വർഷം. അപ്പോൾ അവർ അപ്പോൾ തന്നെ പറഞ്ഞ് നിങ്ങളെല്ലാവരും പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ആദ്യം ഒന്ന് ഒരു തിട്ടയിൽ ഇടിച്ചതുപോലെ പുള്ളിയുടെ ഭാഗത്ത് ആണ് അത് ഇടിച്ചിട്ട് കിട്ടാതെ ഇതുപോലെ ഇതിൻ്റെ മീഡിയം കയറുന്നത് കുറച്ച് നല്ല അതേൽ ചെന്ന് മുട്ടി ഇടിച്ചിട്ട് ബാക്കോട്ട് തിരിഞ്ഞിട്ട് ഒരു പോസ്റ്റിലെ കണ്ടിട്ട് 2 പോസ്റ്റ് ബാക്കിലായി. ആ പോസ്റ്റിലെ ലാൻഡിൽ വണ്ടി അല്ലെങ്കിൽ 10-150 അടി താഴ്ച കൊണ്ട് 30 അടിയിൽ നിന്ന് തൂങ്ങി കിടക്കുന്നു. അപ്പോഴാരും മരിച്ചില്ല, അപ്പോഴാരും മരിച്ചിട്ടുണ്ടായില്ല. 36 പേരുണ്ടായിരുന്നു, ഡ്രൈവറും കണ്ടക്ടറും എല്ലാം കൂടി ചേർത്ത്. 3 പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ ചേച്ചി 2 ചേട്ടൻ മരിച്ചു. 3 മണിയാകുമ്പോൾ 4 പേര്. ഇപ്പോൾ 4 മണിക്ക് ഇപ്പുറത്തുള്ള കാര്യം എനിക്കറിയില്ല, അതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയാം. മറ്റുള്ളവർക്ക് പരിക്കുണ്ടാവും. പരിക്ക് അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെറിയ പ്രാഥമിക ചികിത്സയൊക്കെ ഉണ്ട്. ഡ്രൈവർ അത്രയും നല്ല മനുഷ്യനാണ്. പുള്ളിയുടെ അസ്ഥി മാത്രമേ ഉള്ളൂ ഒരു കാലിന്, മാംസമൊന്നും ഇല്ല. സാധാരണ എല്ലാവരും പറയും പുള്ളി നരകത്തിയാൽ മറ്റേ വാങ്ങത്തില്ല. പുള്ളിനെ അവിടെ ചെന്ന് പാരാട്ടും ആൾക്കാർ. പുള്ളിക്ക് എത്ര വയസ്സായി? 50 വയസ്സിന് എന്തായാലും പുറത്തു വരും. ഈ കാൾ റൈറ്റ് സൈഡ് മൊത്തം പോലെ. എന്നാലും പുള്ളി ഒരു കുഴപ്പമില്ല. പുള്ളി ചാനലുകാരൊക്കെ ചെന്ന് വാർത്തയ്ക്ക് നോക്കുക. ഇതൊരു പ്രശ്നമില്ല. പറഞ്ഞതല്ലേ ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് അർത്ഥം പറഞ്ഞു. ആദ്യം പറഞ്ഞു വഴി എടുത്തിട്ടായിരുന്നു, രണ്ടാമത് പറഞ്ഞു പയ്യ വന്ന് ഇവിടുത്തെ കട്ടിങ്ങിനെ ഇങ്ങോട്ട് ഒട്ടിച്ചിട്ട് ബ്രേക്ക് ഓട്ടിട്ടൊന്നും അവളെ കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയതാ. ആ കുഴി ചാടിയപ്പോ പുള്ളി അന്നേരം വണ്ടി പോയി. 5 ദിവസം ഓട്ടോ അല്ലേ, 5 ദിവസം ഓട്ടോ. 2 ഡ്രൈവർമാരുണ്ടായിരുന്നു. വണ്ടി കിടക്കുന്നതിന് 1 മണിക്കൂർ 1 കിലോമീറ്റർ മുമ്പ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കും മൊത്തം. അതുകൊണ്ട് വിടുക. ഞാൻ പറഞ്ഞു ഞാൻ 68-ൽ ഇവിടെ വന്നു. ഞാൻ നടന്നു പോകാൻ ബ്ലോക്ക് അല്ല, ഞാനവിടെ മീമുള്ളിപ്പാനാട് തൊട്ട് താഴെ തൊട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വരിക. ഞാൻ ഇവിടെ വന്ന് വണ്ടി ആദ്യം നിർത്തില്ലപ്പാ. അപ്പം ഞാൻ പറഞ്ഞു നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞെന്നറിയോ, എൻ്റെ പൊന്നേടെ ചേട്ടൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ പണി കിട്ടും. ആരാ പറഞ്ഞറിയോ? അവിടെ നിന്ന് വന്ന ഉദ്യോഗസ്ഥൻ MPDക്കാരാണ്. ബസ്സിനാണോ വന്നേ? KSRTCക്ക്. ആ വിലമ്പയുടെ തൊട്ട് പറയാൻ നിൽക്കുന്നത്.
മുണ്ടക്കേ നടക്കണേലും നല്ല ദൂരമുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 18 വർഷമായി. അതിൽ കെട്ടി വരച്ചുകൊണ്ട് പോകാനാ. അതാണ് നമ്മളെ KSRTC ആംബുലൻസ്. തമിഴ്നാട്, കേരളം മാത്രമേ ഉള്ളൂ കേട്ടോ മെയിനായിട്ടത്തിന് 1ാം സ്ഥാനം നിൽക്കുന്നത്. കാരണം തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ വികാരം മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു കാര്യമില്ല, നമ്മൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടിനെ എന്തിനാണ് തെറ്റ് പറയുന്നത്? എല്ലാവരും നമ്മൾ ഇന്ത്യൻ കേട്ടോ. അതിനെക്കുറിച്ച് ചേട്ടൻ പറയില്ല. ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഞാൻ ജനിച്ചതും കേരളത്തിൽ തന്നെയാണ്. ഞാനൊരു ഞാൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലും ഞാൻ ജോലി ചെയ്തു. മറ്റേ ഇത് കെട്ടിക്കൊണ്ടുപോകുന്ന വണ്ടി വന്നായിരുന്നു. നമ്മുടെ KSRTC ആംബുലൻസ് പിടിക്കില്ല. അത് ഈ സമയത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി വണ്ടി കിട്ടത്തില്ല. പല പ്രശ്നങ്ങളാണ്. ഇതുമാർക്ക് ഒന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യായിരുന്നു, രാത്രിയിൽ അല്ലെങ്കിൽ കുറെ പകൽ ചെയ്യണമായിരുന്നു. അന്നേരം അയ്യപ്പൻ വണ്ടി മാത്രമേ കാണത്തുള്ളായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വണ്ടി കിടക്കുമ്പോൾ എത്ര നേരമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ വീട്ടിൽ പോകണ്ടേ? ബുദ്ധിയും ബോധം ഇല്ലാത്തവന്മാരെ ഇതൊക്കെ ചെയ്യുന്നത്. വണ്ടി കയറ്റുന്ന കേസല്ല, അല്ലാതെ വേറെ കേസൊന്നും അല്ലല്ലോ. അത് എപ്പോഴെങ്കിലും ചെയ്യത്തില്ലേ? ഇതൊക്കെ ഇവിടെ ലോക്കൽ വണ്ടികൾ അതിനിടയിൽ താമസിക്കുന്നവരുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഒന്നും കുട്ടിക്കാരന് പോന്നിട്ടുണ്ട്. അതാണെന്ന് അറിയുന്നത്. ഫയർഫോഴ്സ് അവിടെ നിങ്ങൾ പീരുമേടുന്ന് ആണോ? ഫയർഫോഴ്സാ? സമയം 8 മണിയോ? 8 മണി. ശരി, ഒരു മിനിറ്റ്. ഇതെന്താ ഇങ്ങനെ വെക്കുന്നത്? ഇങ്ങനെ മനുഷ്യനെ പിടിക്കുന്ന ഇത് ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ടോ? രാവിലെ വെക്കുന്നേ വണ്ടി. വണ്ടി പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. വാടാ വാടാ, വണ്ടി പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. വാടാ വാടാ, വണ്ടി നമുക്ക് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ. വാടാ, കേസ് വന്നോട്ടെ. വാടാ, മറ്റുള്ള കൊടുത്തി. വാടാ, ഒറ്റയ്ക്കോളൂ ഞാൻ. വാടാ വാടാ വാടാ, കൂടെ ഒരുത്തരുമില്ലേ? ഒരാളും ഇല്ലേ? ഒറ്റയ്ക്കല്ലടാ. വാടാ, കുറച്ചു നേരം വാടാ. അടി കിട്ടുന്നത് കൂടുതൽ മേടിക്കാടാ. വാടാ കൂടെ വാടാ. DVS വേണം നോട്ടത്. എന്തിനാ പഠിക്കുന്നേ? ഞങ്ങൾ എത്ര മണിക്കൂർ എടുക്കുക? എന്തിനാ പഠിക്കുന്നേ? ഞങ്ങൾ എത്ര മണിക്കൂർ എടുക്കുക? വാടാ, ചോദിക്കണം. വാടാ, ചേട്ടൻ പാവം പോലീസുകാരൻ. ചേട്ടൻ പെട്ടല്ലോ. ചേട്ടൻ പാവ ഒരു പോലീസുകാരൻ അല്ല. ചേട്ടൻ പാവ ഒരു പോലീസുകാരൻ. ചേട്ടന്റെ ഡ്യൂട്ടി ചേട്ടൻ ചെയ്തു. ചേട്ടൻ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അല്ല, ഞങ്ങൾക്ക് അവകാശമുണ്ട്. ചേട്ടൻ്റെ പാവം പോലീസുകാരൻ. ചേട്ടൻ ചോദിക്കുന്നില്ല. ചേട്ടൻ പറയുന്നു
ചേട്ടൻ പറയുന്നു. ആ ഞാൻ ചോദിക്കുവാ എന്നോട് ഇത്രയും പേരുന്നില്ലേ ഞാൻ 3 മണിക്കൂറാ ചേട്ടൻ പറയുന്നു വാടാ ചേട്ടൻ മറിക്കും ഞങ്ങൾ ചോദിക്കും എന്നോട് ആള് വേണം വാടാ അപ്പൊ ഒറ്റയ്ക്ക് പോയാ പോരെ. ആ വാടാ എന്നോട് വാടാ ഒരാളോ വാടാ ഒരു പോലീസുകാരനെ പഠിക്കാൻ വാടാ വാടാ വണ്ടി മൊത്തം നോക്കണം വാടാ വാടാ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് കേട്ടോ ചേട്ടൻ മാറിക്കേ ചേട്ടൻ പോലീസുകാരൻ ഒരു പാവം പോലീസുകാരനെ ഞങ്ങൾ ഉപയോഗിക്കത്തില്ല ഞങ്ങൾ വീട്ടിൽ പോകണം ഞങ്ങളുടെ പൗരത്വമുണ്ട് ഞങ്ങൾക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ ചേട്ടനെ കൊണ്ട് മാറിയുന്നു അവിടെ സംസാരിക്കാൻ വേണ്ടിയാ വാടാ വാടാ വാ വാടാ ധൈര്യം വേണം വാടാ എടാ ആളാ വിളിക്കുന്ന വാടാ ആണെന്നോണം വിളിക്കുക വാ ആണെന്നോണം വിളിക്കുക വാടാ ഞാൻ വണ്ടി മുഴുവൻ തന്നോളാം ഞാനാ പറയുന്നത് പാവം പോലീസുകാരെ ഒതുക്കിട്ടോ വാ വാടാ എടാ എന്തിനാണ് പഠിക്കുന്നത് വാടാ ഈ വണ്ടി എടുത്തോണ്ട് നിങ്ങളൊക്കെ ആണുങ്ങൾ മാറി നിൽക്കുക ആണുങ്ങൾ മാറി നിൽക്കുക ഞങ്ങളല്ലേ നിൽക്കുന്ന ഇവിടെ വരെ ഒരു പോലീസുകാരെ പഠിക്കാതെ വാടാ പോലീസുകാരെ വാടാ ഒരുത്തം മാത്രം സാഹചര്യം എല്ലാവരും ദൂരം അവരങ്ങ് പോകും. വണ്ടി തുറന്നു വിടണം അത്രേ ഉള്ളൂ പോലീസുകാരെ ഉപയോഗിക്കണം ആവശ്യമില്ല നമ്മളെ വിടണം നിങ്ങൾ വണ്ടി എടുക്കില്ലേ? അല്ല ഒരേ ഒരു പോലീസുകാരേ ഉള്ളൂ പുള്ളി വാഹനക്കാരാണ് പുള്ളിക്ക് പ്രശ്നമില്ല പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ വിളിക്കുക എന്നോട് വന്നാൽ ഈ വണ്ടി മുഴുവൻ പോകും ആരെങ്കിലും കൊണ്ട് വരാൻ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകണ്ടേ ചേട്ടൻ മാറിയുന്നു എനിക്ക് ഒരു ഉപദ്രവമില്ല അവരെ വിളിക്കണം അവര് വരും ചേട്ടൻ മാറിയോ വാടാ എല്ലാം പോയി മുമ്പ് ഇവിടെ എല്ലാവർക്കും പോകാനുള്ള ഒരു ഇത്രയും പേര് വന്നിരുന്നപ്പോഴേ ഒരുത്തം വന്നാണ് അവര് ആ അത്രയും പേരെ തടഞ്ഞു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ തടഞ്ഞുകൊണ്ട് വാടാ എല്ലാരും വാ പെണ്ണുങ്ങളെല്ലാം വാ എന്താ പേടിക്കുന്നത്? എന്നാ പഠിക്കുന്നത് ഞാനല്ല പഠിക്കുന്നത് എന്നാ കേസ് വരണം കൊലക്കേസൊന്നും വരുന്നില്ലോ എന്ത് രാവിലെ ഈ വണ്ടി നാളെ രാവിലെ പിന്നെ അവരൊരു പോലീസുകാരനേ ഉള്ളൂ അവരോട് പോകാൻ പറ മൈനാവൻ നമുക്ക് പോകണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എന്താ ആ അതെ പെടുത്തിനെ വരുന്നേ ഒരു പാവപ്പെട്ട പോലീസുകാരനാണ് ഒരു വെള്ളമെങ്കിലും പറഞ്ഞു കുഞ്ഞു മക്കളും കുടിച്ചോണ്ട് അവിടെ ഇരുന്നത് വാടാ ഞാനല്ല പഠിക്കുന്നത് ചാകാൻ പോണേ മയില് പോട്ടെ പിന്നെ ഒരു പോലീസുകാരെ പഠിച്ച് എത്രയും പേരാണ് നിന്നത് അതാണ് ഒരു പോലീസുകാരന്റെ ഗുണം ഒരുത്തനെ പഠിച്ചു നിന്നു എത്രയും പേര് എന്തായാലും ഒരു പ്രാവശ്യം മരിക്കുള്ളൂ 10 പേരായി ആയിപ്പോയി വന്നത് ചേട്ടാ ഫ്രണ്ടിലേക്ക് പോ ഞാൻ തന്നെ വണ്ടിയുണ്ട് കാര്യമായിട്ട് പറയാം അല്ല ഞാനുണ്ട് എടുക്കുന്നുണ്ട്. അല്ല ചാനലുണ്ട് നമ്മുടെ ചേട്ടനുണ്ട് ചേട്ടാ ചേട്ടാ ഇതെടുത്തു ഞാൻ എടുക്കുന്നുണ്ടെന്നേ. ഇതെനിക്ക് വീഡിയോ തരണേ എന്തായാലും ജനിച്ചവർക്ക് മരണം 2 നമ്പറിൽ തരണം ആ തരാം. 10 വർഷത്തിന് മുമ്പ് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എന്താ ജീവിക്കുന്നത് ലോകത്തിൽ ദൈവത്തിന്റെ കാരണം 4 പേര് ആ ഡ്രൈവറുടെ കാരണം കൊണ്ട് 4 പേര് മരിച്ചോളൂ അതൊക്കെ ഞങ്ങൾ അത്രേ ഉള്ളൂ എന്തിനാ പഠിക്കുന്നത് നിങ്ങളെന്തിനാ പഠിക്കുന്നത് ഒരു പോലീസുകാരെ കണ്ട് പഠിക്കാമെങ്കിൽ പട്ടിക്കാട്ടി കൊണ്ട് മക്കളെല്ലാം ഇരിക്കുന്നുണ്ട് ഒരേ ഒരു പോലീസുകാരെ കണ്ട് നിങ്ങൾ പഠിക്കും എല്ലാവരും പഠിക്കും 6:30 മണിക്ക് ആണ് ആക്സിഡന്റ് ഉണ്ടാവണം ഈ വണ്ടി നാളെ ചേട്ടാ രാവിലെ പറ്റില്ല എനിക്കത് അയച്ചു തരണം ആ തരാം. ഞാൻ നമ്പർ തരാം ഇത് നോക്കണ്ട ഞാൻ എടുക്കുന്നുണ്ട്. മൊത്തമുള്ളതാണ് വണ്ടി എടുത്തോണ്ട് ഇപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അവനെ എന്നാ പറയാനോ ഞങ്ങൾക്ക് പോകണം ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഓപ്പറേഷൻ നാളെ അതിനിപ്പോ ഹോസ്പിറ്റലിൽ വീട്ടിൽ കൊണ്ടുപോയി ചേട്ടാ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ പാടില്ല ഞാൻ വണ്ടി വരെ ഒരാളിനെ പറ്റില്ല കേരളം മാത്രം നന്നാക്കാൻ സ്പോർട്സ് താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ മനുഷ്യൻ അത്രേ ഉള്ളൂ കാരണം ഇത്രയും പേര് നിങ്ങൾ ആരും പ്രതിയാകണ്ട ഞാൻ പ്രതിയായിക്കോളാം ഈ കേസിൽ അമ്മ മരിച്ചത് എനിക്കിപ്പോ മണ്ണെടുത്തോട്ട് തിരിച്ചു കയറി പോകണമെന്നുള്ള ആ അത്രേ ഉള്ളൂ ചേട്ടാ അങ്ങനെയല്ല എത്ര പേരോടും തിരിച്ചു വന്നുണ്ടോ നമ്മൾ 100 പേര് വന്നപ്പം 20 പേരായിട്ട് മാറി സ്വാതന്ത്ര്യം കിട്ടിയത് എനിക്ക് അല്ല 100 പേര് വന്ന് 20 പേരായിട്ട് മാറി ഒരു മതബലം ഉണ്ടായില്ല ചേട്ടാ അതല്ല 100 പേര് വന്ന് 20 പേരായിട്ട് മാറി ബാക്കി അവൻ പണിക്കും ഒരു പേര് പോലീസുകാരൻ വിചാരിച്ച എന്നാലും കണ്ടോടെ
എന്നെ വണ്ടി എന്നെ മുന്നോട്ട് വിട്ടണം തിരിച്ചു പോയോ ഓർക്കണം ഞാൻ ഉടക്കാൻ പോകും ഉടക്കിയിട്ട് വണ്ടിയെല്ലാം വിടും പക്ഷെ എന്നാ മയിലോട്ട് വിടും എൻ്റെ വണ്ടി എന്നാ മയിലാണല്ലോ കൊടുക്കും അത് വെച്ച് മതി ഇവിടെ ഒന്നിക്കൊന്നും വേണ്ട ഏയ് ഞങ്ങൾക്ക് പോകണം നിങ്ങൾ എന്താ കാണിക്കുന്നത് സാറേ ഞങ്ങൾക്ക് പോകണം നിങ്ങൾ എന്താ കാണിക്കുന്നത് ഞങ്ങൾക്ക് കുട്ടിക്കാലം വരെ പോക്കാം ഞങ്ങൾക്ക് വീട്ടിൽ പോകണം നിങ്ങൾ എന്താ കാണിക്കുന്നത് ഞങ്ങൾക്ക് പോയാൽ പറ്റും നിങ്ങൾ നാളെ എടുത്തു വണ്ടി ഞങ്ങൾക്ക് പോകണം ഞങ്ങൾക്ക് പോകണം ഞങ്ങൾക്ക് പോയാൽ പറ്റും ആ ഞങ്ങൾക്ക് പോകണം കാരണം എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് വൈഫുണ്ട് വണ്ടിയുണ്ട് ഞങ്ങൾക്ക് പോയാൽ പറ്റും അല്ല എനിക്ക് വൈഫ് ഗർഭിണി എനിക്ക് പോകണം പോയാൽ പറ്റും ഒരു ഷോയല്ല ഞങ്ങൾക്ക് പോകണം ഞങ്ങൾ 3 മണിക്കൂർ പോകാം ഷോയല്ല അപ്പുറത്തോടെ എത്ര വണ്ടി പോയി ഇയാൾ വീട് എന്റെ കൂടെ എരുമയില്ലേ അപ്പുറത്തോടെ എല്ലാ വണ്ടികളും പോയി അല്ല വേണ്ട എനിക്ക് എന്നെ പെട്ടുപോയി എനിക്ക് ഇനി തിരിച്ചു പോകത്തില്ല കാരണം ഞാൻ ഇടയ്ക്കായി ഇല്ല വൺ സൈഡ് പോകത്തില്ല ഞാൻ പെട്ടു എനിക്ക് പോയേ പറ്റത്തുള്ളൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞതിന് പോകണം അല്ലെ മന്ത്രിയെ വിളിക്കാൻ പോകാം എനിക്ക് പോകണം എനിക്ക് എന്നെ സ്വാതന്ത്ര്യം നിങ്ങൾ കഴിക്കാൻ പാടില്ല പറ്റത്തുള്ളൂ എനിക്ക് പോകണം അല്ല എടുക്കുന്നുണ്ടല്ലോ എനിക്ക് പോയാൽ പറ്റുള്ളൂ കാരണം എന്റെ വൈഫും കുഞ്ഞുങ്ങളും വണ്ടിക്കാത്തുണ്ട് അതല്ല ഞങ്ങൾ ഇത്രയും പേരുണ്ട് നിങ്ങളൊരു സാറ് മനുഷ്യൻ മരിച്ചു പോയല്ലോ വണ്ടി പെടുന്നെങ്കിൽ അവരെടുത്ത പോലെ എന്താ നിങ്ങൾ ഞങ്ങളെ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മനുഷ്യർ മരിച്ചു പോയാൽ ഇപ്പൊ വണ്ടിക്കാത്തൻ ബോഡിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് പോകണ്ടേ അത് നിങ്ങൾ കുട്ടിക്കാലത്ത് നോക്കിയാണ് ഞങ്ങൾ എത്ര മണിക്കൂർ അയ്യപ്പന്മാര് ഗർഭിണികള് ആവശ്യമില്ലാത്തവര് എത്രയോ മനുഷ്യര് സാറേ അതല്ല സാറൊന്ന് പോയി നോക്കാം സാറൊന്ന് പോയി നോക്കാം എത്രയോ വണ്ടി സാറൊന്ന് നോക്കി എത്രയോ മനുഷ്യര് അയ്യപ്പന്മാര് ബസ്സുകാര് നമ്മൾ അതുകൂടെ പരിഗണിക്കണം മാനസിക പരിഗണനയാണ് ഏറ്റവും വേണ്ടത് ഇതൊരു വണ്ടി പൊക്കുന്നതല്ല വലുത് നിങ്ങൾക്ക് വെളുപ്പിനെ പൊക്കത്തില്ല അങ്ങനെ വെളുപ്പിനെ പൊക്കും ആർക്കെങ്കിലും വിഷയം കാര്യമുണ്ട് ഞങ്ങൾക്ക് കാര്യമുണ്ട് പറയുമ്പോൾ ശരിയാണ് നിങ്ങൾ വോട്ടൊക്കെ എടുക്കുന്നു പറഞ്ഞാലും ശരി കാര്യമുണ്ട് ഞങ്ങള് 10,000 പേരവിടെ കിടക്കുന്നത് 2 3 പേരല്ല ഇവിടെ നിന്ന് അങ്ങ് വരെ കിടക്കുക അപ്പൊ ഞങ്ങൾക്ക് പോയാൽ പറ്റും നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ കയറ്റുമോ ഇറക്കുമോ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങളുടെ ധർമ്മം നിങ്ങൾക്ക് മാനസിക വരുന്നോട് ഞങ്ങൾക്ക് പോയാൽ പറ്റും അപ്പൊ ഞങ്ങളെ വിടും റോഡ് തുറന്ന് വിടും ഞങ്ങൾ പോകും സാറിന് എന്നെ കേസ് എടുത്താലും വിടും റോഡ് തടസ്സപ്പെടുത്തുന്നു എൻ്റെ വോട്ട് അതിലെടുത്തിടും അതെന്തോ ഞങ്ങൾക്ക് പോയാൽ പറ്റും ഞങ്ങൾക്ക് മാനുഷികാവകാശം നടന്നേ പറ്റും അത് സത്യമാണ് ഞങ്ങൾക്ക് പോയാൽ പറ്റും നിങ്ങൾ എന്തൊക്കെ പറയാൻ പോകും റോഡ് തുറന്ന് നിങ്ങൾ റോഡ് തുറന്നു വിടുന്നേ ഞങ്ങളെ പോട്ടെ എന്താ ഞങ്ങളെ പിടിപ്പിക്കുന്നത് 10 മിനിറ്റ് നിങ്ങൾ തന്നാൽ നിങ്ങൾ വിടും ഞങ്ങളെ സാറേ 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 സാറാണ് സാറേ സാറേ പ്ലീസ് സാറേ സാറേ ഞങ്ങൾ മിടുക്കാനൊന്നും നല്ല ഇത് കഴിയാതെ നിങ്ങൾ പോയില്ല അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല സാറേ ഞങ്ങളുടെ വൈഫ് വണ്ടിയിലുണ്ട് ഗർഭിണിയാണ് എനിക്ക് ആശുപത്രി പോകണം പോയാൽ പറ്റും ആ വഴി അപ്പുറത്തോട്ട് പോകാതെ ഞാൻ ഇടയ്ക്ക് വിട്ടു അപ്പുറത്തോട്ട് വണ്ടി അവിടെ പോലീസുണ്ട് അവിടെ പറഞ്ഞാൽ അവിടെ തിരിഞ്ഞു കിട്ടും ആ അവിടുന്ന് മറ്റേ നല്ല വഴിയുണ്ട് പൂത്താട്ട് വണ്ടി അല്ലെ ഒത്തിരി പേര് പോയി ഒത്തിരി വണ്ടി പോയി വീട്ടുകാരുടെ അവസ്ഥ ഒന്നും ഇത്ര ബോധമില്ലാത്തവരാണ് രാവിലെ 6 മണിയായപ്പോൾ ഞങ്ങൾക്ക് ചോറ് പോലും ഉച്ചക്കൊണ്ടില്ല നിങ്ങൾക്ക് മാനുഷ്യ വരെയുണ്ട് രാവിലെ 6 മണിയായപ്പോൾ സുഹൃത്തെ വന്നാ
4 പേരുടെ ബോഡി ഞങ്ങൾ വിട്ടുകൊടുത്തു. നമ്മുടെ വീട്ടിൽ മനുഷ്യരില്ല, നമ്മൾക്ക് ആർക്കെങ്കിലും പറ്റുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഇത് നിങ്ങൾ നിങ്ങൾക്ക് നാളെ രാവിലെ നിങ്ങൾക്ക് നാളെ രാവിലെ വന്നാൽ പോരായിരുന്നു. ശരി 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 ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഒരു 10 മിനിറ്റ് ഓടക്കല്ലെന്നേ ഇതൊക്കെ മനുഷ്യന്റെ വികാരമായി വരുന്നത് പുറത്തോട്ട് പറഞ്ഞപ്പോ മനസ്സിലായോണ്ടാ ഉണ്ടായിരുന്നത്. ഈ മെമ്പർ വന്ന് എത്ര നേരമായി നിൽക്കുന്നത്, അവർക്ക് അങ്ങ് പോകും. മനുഷ്യന്റെ വികാരമാണ് ഈ പുറത്ത് വരുന്നത്. ഓർക്കണം, നമ്മുടെ എല്ലാ വീട്ടിലും ആൾക്കാരുണ്ട്. നമ്മളെ മനുഷ്യന്റെ വികാരമാണ് ഈ പുറത്ത് വരുന്നത്. ഇത്ര ശ്രമിച്ചില്ല, 10 മിനിറ്റ് നമ്മുടെ വികാരം പുറത്ത് വരുന്നത്. മെമ്പറോടൊക്കെ ജോലി ശരി ശരി സമ്മതിച്ചു. നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നു. ഞങ്ങളുടെ വികാരം ഈ പുറത്ത് വരുന്നത്. ആരിപ്പം വിടാന്ന് പറഞ്ഞു, ആര് വിടാന്ന് പറഞ്ഞു. അവരത്രയും നമ്മൾ അത് പോട്ടെ, എന്നാ ചെയ്യാൻ പറ്റും. അവരും പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങൾ എത്ര മണിയാ 3 മണിക്കൂറാണ് ഞങ്ങൾ എടുക്കുക. വണ്ടിയെ വിടുന്നെങ്കിലും പിള്ളേരിരിക്കും, കാണാൻ വെക്കുമോ? ഞങ്ങൾ എന്താ ചെയ്യും? നമ്മുടെ പിള്ളേരല്ല, എല്ലാവരും നമുക്കുള്ള പിള്ളേർ. ബസ്സിനകത്തിരിക്കുന്ന പിള്ളേര് വെള്ളം കിട്ടാത്ത രീതിയിൽ തിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. തിരിക്കാൻ കംപ്ലൈന്റ് വണ്ടി തളർന്ന് ഹലോ വണ്ടി വിടാൻ പോവാ. എല്ലാരും വണ്ടി കയറ നമ്മളെ വണ്ടി ഒതുക്കി ആൾക്കാർ മാറിക്കുക. അവർ 1 സൈഡ് വണ്ടി വിടാൻ പോവാ. മേളിന്ന് വികാരം മാനിച്ചുകൊണ്ട് പതുക്കെ വാ. പതുക്കെ പോളെ. മേളില് നമ്മുടെ ഹൈവേയില് തോമാച്ചാ മറ്റേ അവിടെ ഉള്ള തോമാച്ചനോടെ മേളിൽ അവിടെ മേളിൽ വണ്ടി വിടാൻ വെള്ളം വെച്ചോണ്ടാ വിട്ടെ, എന്നാ പറഞ്ഞാലും. വേഗം മാറടേ, ഇങ്ങോട്ട് വരാ. ഒത്തി വരും. അങ്ങനെ ആപ്പോസിറ്റ് നടന്നു വന്നിട്ടില്ല. അമ്മാര് വന്ന് വെള്ളം വെച്ചോണ്ടേ എന്നാലും തീരുമാനമായി.
കുഴപ്പമില്ല, വണ്ടി ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് വെള്ളം വെച്ചോണ്ടെങ്കിൽ വിട്ടതല്ലേ, വിടത്തില്ലായിരുന്നു ഇപ്പം. പയ്യെ പോ. ആ വണ്ടിയുടെ കോലൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ മുമ്പേ വിടായിരുന്നേ. വണ്ടിയെല്ലാം കയറ്റിയെല്ലാം മേളിൽ വെച്ച് സൈഡാക്കിയായിരുന്നു. പിന്നെ സ്പേസ് ഉണ്ട് പോകാൻ. പക്ഷെ അമ്മാരെന്തോ ബ്രേക്കെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുക, ഇറങ്ങിപ്പോകുന്ന വണ്ടിയുടെ. അപ്പോൾ ബ്രേക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് കുറേ നേരം നോക്കിയിട്ടും അത് സെറ്റായിട്ടില്ല. അപ്പോൾ പിന്നെ ഇവർ വെള്ളം കൂടെ വെച്ചോണ്ട് പിന്നെ അങ്ങ് വിട്ട്. ആദ്യം കലിപ്പായിരുന്നു അവര്, വിടത്തില്ലെന്നൊക്കെ പറഞ്ഞു. അല്ല ഇവര് പറയുന്നത് ഇവര് രാവിലെ തൊട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ നിൽക്കുക, ഡ്യൂട്ടി ചെയ്യുന്നു. ജോലി ഇവിടെ പോലീസുകാരൊക്കെ ആണല്ലോ. അതെ, അല്ല അത് എന്നെ വിട്ടെന്നറിയാം. അവര് വിഷയം ഉണ്ടാക്കിയോണ്ടാ വിട്ടെ. താൻ മേളിൽ നിന്ന് വിട്ടെ. മേളിൽ നിന്നല്ല ആൾക്കാർ ഇറങ്ങി ഒന്ന് സീനാക്കിയേ, അതുകൊണ്ട് വിട്ടതാ. അല്ലെ താഴേന്ന് വിടണ്ട അല്ലേ? പിന്നല്ലാതെ പറയുന്നതിനകത്തും കാര്യമുണ്ടെന്നേ. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇപ്പം വീട്ടിൽ ചെല്ലാന്നും പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേനെ വിട്ടു പോരുന്നല്ലേ. കലിപ്പാ. ഇന്ന് ഇതിങ്ങനെ ഒരു സാധനമായോണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. ഞാൻ പോയിരുന്ന അങ്ങനെ രാവിലെ ഇന്ന് ഇപ്പം ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ രാത്രി വരും, അല്ല രാവിലെ വരും. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. ചില്ലറ ബ്ലോക്ക് വരുന്നത് ഇത്ര നേരമായില്ലേ? ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്ത് വണ്ടി പോകുന്ന. അത് ഒന്നാമത് ശബരിമല സീസൺ, അയ്യപ്പന്മാരാ കൂടുതലാണ് കിടക്കുന്നത്. എല്ലാരും മടുത്തിട്ട് കണ്ടോ ഇരുന്ന് നിലത്തൊക്കെ ഇറങ്ങി ഇരിക്കുക.
4 പേരല്ല കേട്ടോ, ഒറ്റ ഒരാൾ രക്ഷപ്പെട്ട പോകത്തില്ല. ആ സൈഡിൽ ഇരുന്ന മൊത്തം ആൾക്കാർ മരിച്ചു പോലുണ്ട്. ആ മരത്തെ തട്ടി നിന്നിട്ടാ. ആ അല്ലേ അതിലും താഴെ പോയനെ. അധികം ആരും കുത്തിക്കയറ്റി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. ഇങ്ങനെ ഇടയ്ക്ക് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. കട്ടപ്പന നെടുങ്കണ്ട അതൊക്കെ ഇനി എന്ന് ചെല്ലോ. ഒരെണ്ണം കണ്ടുള്ളൂ അവിടെ. ആദ്യം ഒരു ചെറിയ വണ്ടി ക്രൈൻ കൊണ്ടുവന്നിട്ട് പൊങ്ങിയില്ലെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നാന്ന് തോന്നുന്നു ഇത് വലിയ ക്രൈൻ. അവിടുത്തെ വണ്ടി വന്നു കഴിഞ്ഞിട്ട് അത് തന്നെ ഇനി 1 മണിക്കൂർ എടുക്കും. പിന്നല്ല ഇത് കയറ്റും. അന്നേരം പിന്നെ എന്താ ഇതിപ്പോ തിരിച്ചു പോകുന്നല്ലേ. തിരുവനന്തപുരം എത്തി. കോളേജ് ചെറിയ വണ്ടികൾ അപ്പുറത്തൂടെ കടത്തി വിട്ടതാ വരുന്നത്. മറ്റേ വഴി അതാ പാഞ്ചാലിമേട് നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ കുറേ വണ്ടി അതിലേ വരുന്നുണ്ട് കേട്ടോ. ആണോ? അല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി മേളിലോട്ട് നടന്ന് കയറിയാൽ മതി.